കോഴിക്കോട് തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ അരുൺ ദേവിനെ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് ബിജു സന്ദർശിക്കുന്നു. മാതൃഭൂമി വാർത്തയെ തുടർന്നാണ് നടപടി. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അഞ്ജന, ഈ സന്ദർശനം ഇപ്പോൾ പൂർണ്ണമായി കഴിഞ്ഞോ? മുമ്പാണ് അദ്ദേഹം ഇവിടെ വന്നതും അരുണിനെ സന്ദർശിച്ചതും. ഇക്കഴിഞ്ഞ 30-ാം തീയതിയാണ് അദ്ദേഹം ജോലിക്ക് പോകുന്നതിനിടയിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. 30-ാം തീയതി രാവിലെ ഈസ്റ്റ് ഹിൽ അത്താണിക്കൽ റോഡിൽ വെച്ച് ജോലിക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് തെരുവുനായ കുറുകെ ചാടി ബൈക്കിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റു. അവിടുന്ന് നാട്ടുകാരാണ് അരുണിനെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇടത്തു കൈയുടെ എല്ലിനും ഇടത്തുകാലിൻ്റെ എല്ലിനും ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ തെരുവുനായ കുറുകെ ചാടി ബൈക്ക് അപകടം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ നിരവധി നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ആ വാർത്തയിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അക്ഷയ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് ബിജു ഇപ്പോൾ അരുണിനെ സന്ദർശിക്കുകയും വേണ്ട സഹായം വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു. അതായത് ഈ തെരുവുനായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ അതിലുള്ള നഷ്ടപരിഹാരം നൽകുന്ന ഒരു കമ്മിറ്റിയൊക്കെയാണത്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ വന്നതും ഈ വാർത്തയെ തുടർന്ന് ഇവിടെ എത്തിയതും അരുണിനെ കണ്ട് സംസാരിച്ചതുമൊക്കെ. സാറ് കണ്ടിരുന്നു, ഇതിലൊരു സാമ്പത്തിക സഹായം പറഞ്ഞിട്ടുണ്ടല്ലേ? സാറ് കണ്ട് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈക്കിൻ്റേത് ഉൾപ്പെടെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യനില എങ്ങനെയുണ്ട്? ആരോഗ്യനില നല്ല വേദന ഉണ്ട്. കൈക്കും കാലിനും നല്ല വേദന ഉണ്ട്. കൈൻ്റെയും കാലിൻ്റെയും എല്ല് പൊട്ടിയത് കാരണം നല്ല വേദന ഉണ്ട്. ജോലിക്ക് പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഇതുപോലെ അവിടെ തെരുവുനായ ശല്യം ഉണ്ടാവാറുണ്ടോ? തെരുവ് നായ്ക്കളെ കാണാറുണ്ട്. അരുണ് സംസാരിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം വേദന സഹിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് പോലും. ഏതാണ്ട് വലിയൊരു തുക ഇതിനോടകം തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചിലവായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമീപത്ത് പ്രദേശത്തൊക്കെ തന്നെയും ഇത്തരത്തിൽ തെരുവുനായുടെ ശല്യം രൂക്ഷമാണെന്നുള്ളതാണ് അരുണോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. അതായത് പലപ്പോഴും നേരത്തെ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെയും തെരുവുനായ്ക്കൾ പലപ്പോഴും വട്ടം ചാടിയിട്ടുണ്ട് വണ്ടിക്ക് മുന്നിൽ. അന്നൊക്കെ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ്. അത് അരുണിൻ്റെ അമ്മയാണ്. അമ്മ ഇതുപോലെ ഈ തെരുവുനായ ശല്യത്തിൽ കോർപ്പറേഷന് പരാതിയൊക്കെ നൽകിയിരുന്നല്ലേ? ഇപ്പം ഏതായാലും അരുണിൻ്റെ അപകടവുമായി ബന്ധപ്പെട്ടൊരു നടപടി ഉണ്ടായിരിക്കുന്നു. സാമ്പത്തിക സഹായം പറഞ്ഞിട്ടുണ്ട്. സഹായം വേണമെന്ന് പറയുന്നു. അതിനുള്ള സാറ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ മാത്രമാണ് അരുണിനുള്ളത്. അച്ഛൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവരെ വിട്ടുപോയത്. അപ്പോൾ ഏക ആശ്രയം ഈ അമ്മയ്ക്ക് അരുൺ മാത്രമായിരുന്നു. ഇതിനോടകം തന്നെ വലിയൊരു തുക ചികിത്സയ്ക്കും മറ്റുമൊക്കെയായി ചിലവഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നാൾ ഇതുപോലെ ബെഡ് റെസ്റ്റ് ആയിരിക്കുമെന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ഈ ചികിത്സ ചെയ്ത ഡോക്ടർമാർ പറയുന്നത്. കാരണം ശസ്ത്രക്രിയ കാലിനും കൈക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ തുടയിലൊക്കെ എടുത്താണ് കാലിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സകളൊക്കെ ഇനി തുടർന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ വലിയൊരു സാമ്പത്തികം തന്നെ ഇതിനെ വേണ്ടി വരും. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക സഹായം ആ കുടുംബത്തിന് ലഭിക്കുമെന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പറയുന്നത് ഈ മേഖലയിൽ വലിയ രീതിയിൽ തെരുവുനായ്ക്കളുടെ ശല്യമുണ്ട്. പലപ്പോഴും പല ആളുകളും പുറത്തേക്ക് പോകാൻ പേടിക്കുകയാണ്. ഈ കോർപ്പറേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ കോർപ്പറേഷൻ അധികൃതർ ചുമതലപ്പെടുത്തിയ ആളുകൾ ഇവിടെ വന്ന നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോകും. അതുപോലെ തന്നെ പിന്നീട് ഇവിടെ കൊണ്ടുവിടുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരു ശാശ്വതമായ പരിഹാരം ഈ നാട്ടുകാരൊക്കെ തന്നെയും ആവശ്യപ്പെടുന്നുണ്ട്. ശരി, അഞ്ജനയാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഒരു സഹായം ഇപ്പോൾ ആ കുടുംബത്തെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ തെരുവുനായ ശല്യത്തിന് എപ്പോഴും അവിടെ ഒരു അറുതി ഉണ്ടാകുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കിടപ്പിലാണെന്നും അയാളെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു പരാതി കണ്ടപ്പോഴാണ് വന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അയാളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഇയാളൊരു ഓൺലൈൻ ആയിട്ട് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അതിനെ സംബന്ധിച്ചും വലിയ കോമ്പൻസേഷന് സാധ്യതയുണ്ടോ എന്നുള്ളതും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന നിലയിൽ നമുക്ക് സാധ്യമാകുന്നതെന്തും നോക്കിയിട്ട് സഹായങ്ങൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. ഒരു നഷ്ടപരിഹാരം ആ കുടുംബത്തിന് ലഭ്യമാകുന്നതായിരിക്കും. നിയമപരമായിട്ട് നമുക്ക് ഈ കമ്മിറ്റിയിൽ അനിമൽ ഹസ്ബൻഡറി അതേപോലെ തന്നെ ഒരു DMO ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. കമ്മിറ്റി അവരുടെ സജഷൻസും നമ്മുടെ സജഷൻസും ഒക്കെ പരിഗണിച്ചിട്ട് നിയമാനുസരണം സാധ്യമാകുന്ന ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. സാർ, ഇപ്പോൾ ഈ സന്ദർശിച്ചതിൻ്റെ റിപ്പോർട്ട് അത് കമ്മിറ്റിക്ക് സമർപ്പിക്കുകയായിരിക്കും? ഇല്ല, ഞാൻ ഈ കമ്മിറ്റിയിൽ ഒരു ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം ഈ കമ്മിറ്റി കൂടിയതിന് ശേഷമാണ് നമ്മൾക്ക് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം തീരുമാനിക്കാൻ പറ്റുക.